ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. സിനിമയെക്കുറിച്ചാണ്. ഞാൻ അങ്ങനെ അധികമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ഒരു തോന്നലായതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തിന് പറ്റിയെന്ന് എനിക്ക് തോന്നുന്ന ചില അപചയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളൊരുപാട് സാക്ഷരരും ഒരുപാട് ചിന്താഗതിയിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മൾ ചില കാര്യത്തിൽ ഒരുപാട് പഴഞ്ചനാണ്. ഈ 90s എന്നും മറ്റേതൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ റീൽസൊക്കെ പെട്ട് തമാശയോട് ലക്ഷക്കണക്കിന് ലൈക്കൊക്കെ കിട്ടുന്ന സംഭവം കാണുമ്പോഴേ ഈ 90s ഒന്നും 70s ഒന്നും അല്ല, നമ്മുടെ ചിന്താഗതിക്കനുസരിച്ചാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നമ്മൾ ഓരോ വിഷയത്തെ കാണുമെന്നുള്ളതിനെപ്പറ്റി സിനിമയെക്കുറിച്ചൊരു കാര്യം ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട കുറച്ചൊരു കാര്യത്തെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ്റെ ഒരു മകനുണ്ട്, ഒരു മാധവ് സുരേഷ് എന്ന മറ്റേ പേരെന്ന് തോന്നുന്നു. പുള്ളി ഏതോ ഒരു സിനിമയിലെ പുള്ളി അഭിനയിച്ച എന്തിനാടാ കൊന്നിട്ടെന്നും കൊണ്ടൊരു മഴ നനഞ്ഞ് നിന്നിട്ട് ചോദിക്കുന്ന ഒരു സംഭാഷണത്തെ ഒരുപാട് പേര് പാട്ടുകളാക്കി മറ്റുള്ള രീതിയിലൊക്കെ ഭയങ്കരമായ രീതിയിൽ അപഹസിച്ചുകൊണ്ട് തന്നെ കുറേ പാരഡി പോലൊക്കെ ഇറക്കുകയും പല രീതിയിൽ ഇറക്കുകയും ഒപ്പനയായിട്ടും മറ്റേ കീർത്തനമായിട്ടും മറ്റേ ഇതൊക്കെ ഇങ്ങനെ ഇറക്കി പാടി 1 ലൈക്കുകൾ മേടിക്കും. അപ്പോൾ ആ ലൈക്കൊക്കെ അടിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെ, ഒരു കഥാപാത്രം എന്തിനാണ് കൊന്നിട്ട് എന്ന് ആ മഴ നനഞ്ഞ് ചോദിക്കുമ്പോൾ അയാൾ ഇന്ന പോലെ ചോദിക്കണം, അല്ലെ അപ്പോൾ അയാളുടെ മുഖം ഇന്ന പോലെ ആയിരിക്കണം എന്ന് നിങ്ങൾ ഓരോരുത്തരും നിർബന്ധം പിടിക്കുന്നുണ്ടല്ലേ ആ സീനിന് നിങ്ങൾക്കൊരു അപഹാസ്യതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഓരോ മനുഷ്യനും അഭിനയം എന്ന് പറയുമ്പോൾ അയാളുടെ രീതിയിലാണ്. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചതാണ്, അതായത് കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന് പറയുന്ന സിനിമയിൽ ആസിഫ് അലിയുടെ കൂടെ ഗോപിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ചെയ്തതാണ്. അത് എനിക്ക് ആ സിനിമ കണ്ടിട്ട് പലരും എന്നോട് പറഞ്ഞു വളരെ നന്നായിരുന്നു, മോശം പറഞ്ഞതായിട്ട് ആരും പറഞ്ഞായിട്ട് അറിയില്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഞാൻ അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരാളെ അതേപോലെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മമ്മൂട്ടി ചെയ്യുന്ന പോലെയാണ് ദുൽഖർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മോഹൻലാൽ ചെയ്യുന്ന പോലെയാണ് അയാളുടെ മകൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സുരേഷ് ഗോപി ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ വേറെ നടൻ ചെയ്ത പോലെയാണ് ഇയാൾ ചെയ്യേണ്ടതെന്നൊരു കാഴ്ചപ്പാട് കിടക്കുന്നതുകൊണ്ടല്ലേ ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഓരോരുത്തരും അവരവരുടെ ശൈലിയിൽ ആ കഥാപാത്രം അങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് കണ്ടാൽ നമുക്ക് അയാളെ അങ്ങനെ ഒരാളെ ഒരു പരിധിയില്ല, ആരും ആയിക്കോട്ടെ, മനുഷ്യനല്ലേ, ഒരു കലാകാരനല്ലേ, അയാളൊരു കാര്യം ചെയ്താൽ അത് ഇന്ന പോലെ ചെയ്യണമെന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? അങ്ങനെയാണോ? അതാണോ കഥാപാത്രം? അങ്ങനെ വാശി പിടിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് കൊണ്ടല്ലേ. അയാൾ അങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം, പക്ഷേ അപമാനിക്കരുത്. അത് വളരെ മോശമാണ്.